നമസ്കാരം. അവസരജാലകത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും നോക്കാം. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്, സുവോളജി ജൂനിയർ, കൊമേഴ്സ് ജൂനിയർ എന്നീ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 28 രാവിലെ 11 ഹയർ സെക്കൻഡറി ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ പഠന കേന്ദ്രങ്ങളിലെ അംഗീകൃത കോഴ്സിൽ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് ഇന്റേൺഷിപ്പോടെ അഡ്മിഷൻ നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് 7994926081 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഗോവ പനജിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് 2 സിഗ്നൽ ട്രെയിനിംഗ് സെന്ററിൽ സിവിലിയൻ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 190 ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ്സോ തത്തുല്യ യോഗ്യതയോ വേണം. പ്രായം 18നും 25നും ഇടയിൽ. ശമ്പളം 21,700. ഗ്രൂപ്പ് സി വിഭാഗത്തിൽ 2 വർഷത്തേക്ക് പ്രൊബേഷൻ നിയമനമാണ്. തുടർന്ന് സ്ഥിരം നിയമനം ലഭിച്ചേക്കാം. www.indianarmy.nic.in എന്ന സൈറ്റ് വഴി മെയ് 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പുല്ലോക്കാരൻ ജ്വല്ലറിയിൽ സെയിൽസ്മാനെ ആവശ്യമുണ്ട്. കുറഞ്ഞത് 5 വർഷത്തെ സെയിൽസ് പരിചയമുള്ളവർക്ക് മുൻഗണന. ബയോഡാറ്റ 9349203369 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നേരിൽ വിളിക്കുക. സ്ത്രീകൾക്ക് തൊഴിലവസരം. ഫുഡ് നിർമ്മാണ യൂണിറ്റിൽ 15 സ്ത്രീകൾക്ക് തൊഴിലവസരം. സ്ഥലം നെല്ലായി. പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരം. ബന്ധപ്പെടുക 8921362178. തൃക്കൂർ ഗവൺമെൻറ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കെമിസ്ട്രി, സോഷ്യോളജി ജൂനിയർ, ബോട്ടണി ജൂനിയർ, ഹിന്ദി ജൂനിയർ വിഷയങ്ങളിലാണ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകൾ ഉള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് സ്കൂളിൽ ഹാജരാകണം. ഉടൻ ആവശ്യമുണ്ട്. തൃശൂർ വരന്തരപ്പള്ളി 3 സ്റ്റാർ ഹോട്ടലിലേക്ക് റിസപ്ഷനിസ്റ്റ്, വെയ്റ്റർ, അസിസ്റ്റന്റ് കുക്ക്, റൂം ബോയ്, ക്ലീനിംഗ് സ്റ്റാഫ് ആൻഡ് കിച്ചൺ ഹെൽപ്പർ, സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട്. ഉടൻ ബന്ധപ്പെടുക 9567775554 അല്ലെങ്കിൽ 7907975733. UGC നെറ്റ് പരീക്ഷയ്ക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാം. ജൂൺ 22 മുതൽ 30 വരെയാണ് പരീക്ഷ. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ 12 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്. 1150 രൂപയാണ് ഫീസ്. EWS OBC വിഭാഗങ്ങൾക്ക് 600 രൂപ. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് 325 രൂപ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റായി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമേഴ്ഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെന്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലാ ബിരുദവും 1 വർഷത്തിൽ കുറയാതെയുള്ള DCA അല്ലെങ്കിൽ PGDCAയും ഉണ്ടായിരിക്കണം. 2026 ജനുവരി 1 18നും 31നും ഇടയിലായിരിക്കണം പ്രായം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 3 വയസ്സ് ഇളവുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. www.tender.tn
lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ G277021/2026 എന്ന നമ്പറിൽ ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാണ്. വെൽഡറെ ആവശ്യമുണ്ട്. വെണ്ടൂർ ചുങ്കത്തിനു സമീപം പ്രവർത്തിക്കുന്ന വെൽഡിംഗ് ട്രസ്റ്റ് വർക്ക്ഷോപ്പിലേക്ക് വെൽഡറെ ആവശ്യമുണ്ട്. ഫോൺ 93023304 അല്ലെങ്കിൽ 7306851991. അപേക്ഷ ക്ഷണിച്ചു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ICSRന് കീഴിൽ നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ്, +1, +2 വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കുമായുള്ള സിവിൽ സർവീസ് പ്രിലിംസ് കം മെയിൻസ് കോഴ്സ് എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. www.kscsa.org. എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 6. കൂടുതൽ വിവരങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, കരിമ്പന, ഈശ്വരമംഗലം PO, പൊന്നാനി, പിൻ 679573 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ 0494266548 അല്ലെങ്കിൽ 8281098868 അല്ലെങ്കിൽ 8089858680 അല്ലെങ്കിൽ 9846715386 അല്ലെങ്കിൽ 9645988778. അവസരജാലകം സമാപിക്കുന്നു. കൂടുതൽ തൊഴിൽ അവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.